കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർത്തിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. നീയാണ് ഇന്ന് ഞാനാണ് ഉപ്പുമാവ് ഇളക്കിയത്. കമന്റ് വന്ന എന്നാന്നറിയാവോ ചേട്ടാ, നമ്മൾ കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു കൊടുത്തുള്ള അറിവേ ആൻസിനുള്ളൂ. അവനെ അനുഭവം കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോകില്ല, എന്നെ കൊണ്ട് പുല്ല് വെട്ടിക്കൂല, എന്നെ കൊണ്ട് ജോലികൾ ചെയ്യിക്കണില്ല. ഇതാണ് അവൻ്റെ പരാതി. അല്ലേടാ? അല്ലേ? പുല്ല് വെട്ടാൻ കൊണ്ടുപോകില്ല എന്ന് പറയില്ലേ? ഇങ്ങോട്ട് നോക്കടാ, അവൻ ബൂട്ടിട്ടുണ്ട് പോരുന്ന്. റെയിൻകോട്ട് ഉണ്ട് അവന് സ്വന്തമായിട്ട് റെയിൻകോട്ടൊക്കെ ഉണ്ട്. അവരൊക്കെ മഴയൊക്കെ നനഞ്ഞ് നടക്കട്ടെ. ചേട്ടൻ ചെറുപ്പത്തിൽ പുല്ല് വെട്ടൂലായിരുന്നോ? അതുപോലെ എടുപ്പിക്കണം ഇന്നത്തെ പിള്ളേരെ. എല്ലാരും പറഞ്ഞു ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹായ്, ഞാനപ്പോൾ അതേ രാവിലെ അടുക്കള കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്താണേലും ഇന്നലെ പോയി ഓണക്കോടിയൊക്കെ എടുത്തു. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറേ പണികളുണ്ട് സത്യം പറഞ്ഞാൽ. ഉത്രാടപ്പാച്ചിലിൽ പോയി ഒത്തിരി പർച്ചേസ് ഷോപ്പിങ്ങിന് പോകണ്ട, ഭയങ്കര തിരക്കായിരിക്കും എന്നറിയാം. അതുകൊണ്ട് നമ്മൾ പൂരാടത്തിൻ്റെ അന്ന് തന്നെ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി പച്ചക്കറി വാങ്ങിച്ചാൽ മതി. പച്ചക്കറിയും പാലും തൈരും ഒക്കെ വാങ്ങിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോയിട്ട് അത് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ, ഉണ്ടാക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ ഉപ്പുമാവാണല്ലോ. അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റതാ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. രാവിലെ ചായ ഇട്ടു, ചോറ് വേവിച്ചു. ചോറ് തിളച്ചിട്ടുണ്ട്. അതിന് കുക്കറിലേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതി. പിന്നെ കറിയൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മീൻ കറി ഇരിപ്പുണ്ട്, ഇച്ചിരി ബീഫ് കറി ഇരിപ്പുണ്ട്, ചിക്കൻ കറി ഇരിപ്പുണ്ട്, അതെല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പുമാവിന് ഇപ്പം പഴമില്ല അല്ലെങ്കിൽ കടലക്കറി ഇല്ല എന്നൊന്നും ചിന്തിക്കണ്ട. ഇത് നെയ്യാണ് കേട്ടോ ഞാൻ എടുത്തിച്ച് ഉപ്പുമാവിൽ ചേർത്ത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ചേട്ടൻ നെയ്യ് ചേർത്തപ്പോൾ അതെന്തോ ഉപ്പുമാവിലേക്ക് ഒഴിച്ചേന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർത്തിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. നെയ്യാണ്. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒത്തിരി പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻസ് ഹോട്ടലിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളെ പിള്ളേരെ കുറിച്ച് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീനേജ് ബോയ്സ് ആണ്. അപ്പം ടീനേജ് ബോയ്സ് ആണ്, അവരുടെ ചിന്താഗതികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും എന്നൊക്കെ കമൻ്റൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നേ. അത് ശരിയാ, പക്ഷേ അത് പബ്ലിക്കായിട്ട് പറയേണ്ടത് ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മറ്റുള്ളവരുടെ കാര്യം റിയാക്ട് ചെയ്യാമെങ്കിൽ, 13കാരി പെൺകുട്ടിയുടെ കാര്യവും അതുപോലെ തന്നെ ഐഫോണിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്ത മാതാപിതാക്കളും ഒപ്പം ചാടി മരിച്ച കുട്ടികളുടെ കാര്യമൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാമെങ്കിൽ, മറ്റുള്ളവരുടെ കാര്യം പറയാമെങ്കിൽ ആദ്യം പറയേണ്ടത് നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ. പിന്നെ അത് പൂർണ്ണമായിട്ടും ആൻസിനോട് അഭിപ്രായം ചോദിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്തത് സത്യത്തിൽ നാട് വിട്ടുപോയ ഉണ്ണി അല്ലായിരുന്നു കേട്ടോ. ആൻസ് ഒറ്റയ്ക്കിരുന്നൊന്ന് ദുഃഖിക്കാൻ പോയത്, എന്നിട്ട് തിരിച്ചിങ്ങ് പോരുമായിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ജസ്റ്റ് കാണാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാണേലും പേടിച്ചു പോകത്തില്ലേ? അതാണ് നമുക്കിവിടെ സംഭവിച്ചത്. കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് പേടിച്ചു.
ഈ ഉപ്പുമാവ് അടി പിടിക്കാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് അപ്പം നിസ്സാര കാര്യത്തിന് വഴക്ക് പറഞ്ഞതിന് അപ്പം അത് ഇതുവരെ അവന് മനസ്സിലായിട്ടില്ല. അതാണ് ഏറ്റവും രസം. പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവനത് 30 മിനിറ്റ് താമസിച്ചപ്പോൾ വീട്ടിൽ അവിടെ സ്റ്റോപ്പിൽ വണ്ടി വന്നിറങ്ങിയിട്ട് കൊച്ചിനെ വീട്ടിലേക്ക് കാണുന്നില്ല. അപ്പം അങ്ങനെ അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് നമ്മൾ പോയി അന്വേഷിച്ചതാണ്. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പോയി അന്വേഷിച്ചു. 10 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് പിന്നെ അവനെ കാണുന്നത്. അന്വേഷിക്കാൻ ഇറങ്ങി 10 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് അവനെ കാണുന്നത്. അപ്പം ആരാണേലും പ്രതികരിച്ചു പോവില്ലേ. അപ്പം അവൻ്റെ ന്യായം അവൻ സംസാരിച്ച് നിൽക്കുമായിരുന്നു. സംസാരിച്ച് നിന്നത് ഇത്ര വലിയ തെറ്റാണോ? ആ മിസ്സിങ് ആയ ടൈം അവന് മനസ്സിലായിട്ടില്ല. എല്ലാവരും അവന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായിട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് ആണേലും അവൻ്റെ SPC ഇൻസ്ട്രക്ടർ ആണേലും എല്ലാവരും അവനോട് വിളിച്ച് പറഞ്ഞു കൊടുത്തു. അവരുടെ അപ്പനും അമ്മയൊക്കെ അടിച്ച് പത്തം വളർത്തി. അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് എല്ലാവരും ഒരു നിലയിലെത്തിയത്. അല്ലെങ്കിൽ ആരും ഒരു നിലയിലെത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്നലെ കൊണ്ടുപോയി ഓണക്കോടിയൊക്കെ എടുത്തു കൊടുത്തു. അവൻ്റെ ഇഷ്ടത്തിനുള്ള ഉടുപ്പൊക്കെയാണ് എടുത്തത്. ആദ്യമായിട്ട് ആൻസൂട്ടന് ഒരു ഷർട്ട് എടുത്തു കേട്ടോ. അവന് ഷർട്ട് ഇഷ്ടപ്പെട്ടെടുത്തു. അവന് ഷർട്ട് അവനിടുന്ന ഭയങ്കര നല്ലതാണ്. അപ്പോൾ ടീഷർട്ടിനേക്കാൾ ആൻസൂട്ടൻ ഷർട്ട് നന്നായിട്ട് ചേരും. പക്ഷെ അവൻ ഷർട്ട് ഇടുന്ന അവന് ഇഷ്ടമല്ല. പക്ഷെ എന്താണ്, ഇന്നലെ അവനൊരു ഷർട്ട് എടുത്തിടുന്നത് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ആൻസൂട്ടൻ്റെ ഓണക്കോടി കാണിച്ചതാവേ. ഞാൻ ചിന്തിച്ചു ഓണക്കോടി എടുക്കാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഓണക്കോടി എടുത്ത് പൊക്കി കാണിക്കുമ്പോൾ അയ്യോ ഞാൻ എടുത്തില്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി പേര് അത് കണ്ട് വിഷമിക്കില്ലേ. പിന്നെ ഞങ്ങളുടെ ഓണക്കോടി കാണിക്കേണ്ട, ആൻസൂട്ടറിന് എടുത്ത് കൊടുത്തത് കാണിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ പറയണ്ട ഓണത്തിന് എടുത്തതാണെന്നത്. ഞാൻ സാരിയാണ് എടുത്തത്. അത് കോളേജിലൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ചുരിദാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത കാലത്താണ് ഒരു ചുരിദാർ സീമാസിന്ന് തന്നെ എടുത്തത്. അതാണ് ഞാൻ ഇന്നലെ ഇട്ടുകൊണ്ട് പോയത് കേട്ടോ. അത് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അടുത്ത ദിവസമൊക്കെ നമ്മുടെ ഉത്രാടപ്പാച്ചിലും പച്ചക്കറി വാങ്ങാൻ പോകുന്നതും അങ്ങനെ ഓരോരോ കുഞ്ഞു വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് ഇടാം. പിന്നെ നമുക്ക് ഇത്തവണ ഓണത്തിന് ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ പഴമാണ്. നമുക്ക് ഇത്രയും വാഴയുണ്ട്. അങ്ങോട്ടൊന്നും പോയിട്ട് കുറേ നാളായി. ചിലപ്പോൾ ഏതെങ്കിലും വാഴകളെയൊക്കെ പഴുത്ത് നിൽപ്പുണ്ടായിരിക്കും. ചേട്ടന് കാല് വയ്യ, ബൂട്ട്സ് ഇട്ട് ചേട്ടൻ്റെ കാലിൻ്റെ പാദത്തിന് നീരാണ്. അതുകൊണ്ട് ചെരുപ്പ് പോലും ഇട്ട് നടക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പറമ്പിക്കട ഇറങ്ങി നടക്കും. അതുകൊണ്ട് വാഴപ്പഴം അത് ഞാലിപ്പൂവിന് 120 രൂപയായി എന്ന് പറയുന്നതും കേട്ടു. തമ്പുരാന് എത്ര രൂപയായല്ലേ. അരിക്ക് 67, ചില അരിക്കൊക്കെ 71. ഇന്നലെ ഞാൻ പോയപ്പോൾ കണ്ടത് ഞെട്ടിപ്പോയി. 1 കിലോ അരിക്ക് 71 രൂപ, 100 രൂപ എടുത്ത്. പിന്നെ പഞ്ചസാരക്കൊക്കെ 62 അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. ഇത്തവണ നല്ല വില കൂടിയ ഓണമാണ് മക്കളെ വന്നിരിക്കുന്നത്. നല്ല വിലവെടുപ്പുള്ള ഓണമാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ചേട്ടന് ഇളക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാ മൊത്തം ചാടും. പക്ഷെ ചേട്ടൻ പെട്ടെന്ന് ഇളക്കി തരും. അത് വേറെ. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷം വരുന്നുണ്ട്. സമന്വയ റെസിഡൻസ് അസോസിയേഷൻ. അതിൽ ഞങ്ങൾ തിരുവാതിരയൊക്കെ കളിക്കുന്നുണ്ട്. ഈ തവണ ആദ്യമായിട്ട് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ ഞങ്ങളെ സ്ത്രീകളുടെ തിരുവാതിര ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇടാട്ടോ. അപ്പം ഞങ്ങളുടെ ഓണാഘോഷം, എൻ്റെ ആദ്യത്തെ ഓണാഘോഷം കോളേജിൽ വെച്ചായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ ഓണാഘോഷം, എൻ്റെ ആദ്യത്തെ സദ്യ അത്തത്തിൻ്റെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചതാണ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സദ്യ എൻ്റെ സ്റ്റുഡൻസൊക്കെ കൂടി തന്നതാണ്. മൂന്നാമത്തെ സദ്യ കോളേജിലെ ടീച്ചേഴ്സ് എല്ലാം കൂടി കഴിച്ചതാണ്. ഇനിയിപ്പോൾ നാലാമത്തെ സദ്യ തിരുവോണത്തിനാണ്. അത് കഴിഞ്ഞ മുമ്പ് വേറെ സദ്യ ഒന്നും ഉണ്ടായില്ല. പിന്നെ 5ാമത്തെ സദ്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സദ്യ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഓണസദ്യ ഇത്തവണ. പായസം ഈ പറഞ്ഞോണം ഞാൻ അപ്പത്തിനൊരു പായസം കുടിച്ചു.
പിന്നെ കോളേജിൽ നിന്ന് 2 പ്രാവശ്യം പായസം കുടിച്ചു. 2-3 പിള്ളേരെ 2 ബാച്ച് പിള്ളേരെ പായസം ഉണ്ടാക്കി തന്നു. ടീച്ചേഴ്സിൻ്റെ സദ്യയുടെ പായസം കഴിച്ചു. ഇപ്പം തന്നെ ഞാൻ 3 പാക്കറ്റ് പായസം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചേട്ടാ അവന്മാർക്ക് ദാഹിക്കുന്നുണ്ട് കേട്ടോ. അവന്മാർക്ക് വെള്ളം കൊടുത്തില്ലായിരുന്നല്ലേ? നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ലക്കിക്കും മിക്കിക്കും അവന്മാർക്ക് ദാഹിക്കുന്നുണ്ട്. അവിടെ വീപ്പയുടെ മുകളിൽ വെള്ളം കിടക്കണം, നക്കി കുടിക്കണുണ്ട് നിന്ന്. അതില്ല അതിനകത്ത്, വീപ്പയ്ക്കകത്തല്ല, അതിന്റെ അടപ്പിലായിരുന്നു. ആൻസി ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റു. മാക്കൂനെ കൊണ്ട് പോയേക്കുവാണ് 1-നും 2-നൊക്കെ. അതിന് ആൻസിന് രാവിലെ ഡ്യൂട്ടി ഉണ്ട്, പട്ടികളെയൊക്കെ നോക്കുന്നത്. ആൻസ് രാവിലെ അക്കീനെ മിക്കീനെയും കൂടെ നെറ്റിനകത്തേക്ക് കയറ്റി വിട്ടു. ഇപ്പം അവൻ നമ്മുടെ മാക്കൂനെ കൊണ്ടുപോയേക്കുവാണ്. അതിന് ശേഷം അവനെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. ആൻസ് രാവിലെ നല്ല ഉഷാറാണ് കേട്ടോ. അവനങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്കിരുന്ന് ഞാനിപ്പോൾ അവനെ എപ്പോഴും കളിയാക്കും, ഞാട് വിട്ടുപോയി ഉണ്ണീന്നും പറഞ്ഞ്. അപ്പം ഇന്നലെ ഞങ്ങൾ സീമാസിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത്. അതാകുമ്പോൾ എല്ലാവർക്കും പറ്റിയ ഡ്രസ്സല്ല. അവിടെ നിന്ന് ഞാൻ അവിടെ സ്ഥിരം അവിടെ ഞാൻ പണ്ട് മുതലേ സീമാസിൽ പോകുന്നതാണ്. എനിക്ക് അവരുടെ ഡ്രസ് മെറ്റീരിയൽസിനൊന്നും യാതൊരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. വേറെ പല കടകളിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് വലിയ ക്വാളിറ്റി തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് സീമാസിൽ നിന്ന് ഞാൻ എടുത്ത ഡ്രസ്സിനൊന്നും ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല ഇന്ന് വരെ. വർഷങ്ങളോളം പഴക്കമുള്ള സാരികളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. സീമാസിൽ നിന്ന് വാങ്ങിയത് അതുപോലെ പുത്തം പോലെ ഇരിപ്പുണ്ട്. അപ്പം ആൻസിനും അവിടെ നിന്ന് ഇന്നലെ എടുത്തു കൊടുത്തത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ, വലിയ റേറ്റ് ഒന്നും കൂടാതെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് എന്തായാലും അവിടെ കിട്ടും. ആൻസ് വന്നു. ആൻസ് അവൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവരെ എപ്പോഴാണ് കളിയാ. അപ്പം ഇന്നലെ ഞാൻ സീമാസിൽ പോയി വണ്ടിയെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ചെരുപ്പ് അങ്ങോട്ട് ചാടിപ്പോയി. അപ്പം ചെരുപ്പ് പോയ ഉണ്ണിയെന്ന് പറഞ്ഞ് അവന്, ചെരുപ്പ് പോയ വലിയ ഉണ്ണിയെന്ന് പറഞ്ഞ് അവൻ എന്നെയും കളിയാക്കി. അവനെ ഞാൻ നാട് വിട്ടുപോയ ഉണ്ണി. ഇന്നലെ എൻ്റെ കസിൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റലിൽ വെച്ച്. അവന് ചോദിച്ചത് ഈ എങ്ങോട്ടാണോ പോയത് ചോദിച്ചു. അവൻ്റെ തലതൊട്ടം മാമോദിസയ്ക്ക് അവൻ്റെ തലതൊട്ടപ്പിൻ്റെ തലതൊട്ടം മേഡം പിള്ളേരായിരുന്നേ. ഹാൻസിന് അത് കഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾ ഒരു സദ്യ അവിടെ കഴിച്ചിട്ട് ഇന്നലെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഹിന്ദുസിൻ്റെ കല്യാണമായിരുന്നു. ഞങ്ങളുടെ മെമ്പറും മകൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനിൻ്റെ സദ്യയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സദ്യ അങ്ങനെ കഴിച്ചു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവനോട് ഒത്തിരി പേര് ചോദിച്ചു നീ എങ്ങനെയാണോ പോയെന്ന്. ഇവനെ കാണാതെ വന്നപ്പോഴത്തേക്കും ടെൻഷനായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് എങ്ങാനും ഇപ്പോഴത്തെ പിള്ളേരുടെ മെൻസെറ്റാലിറ്റി ആണല്ലോ എന്നോർത്ത്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഇവനെ എങ്ങും പോകത്തില്ല, ഇനി പരിസരത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അവനിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അവൻ ഇതുവരെ തെറ്റിച്ചില്ല. പിന്നെ എല്ലാവർക്കും പേടിയാണ് ഇവനെ കാണാതെ വന്നുകൊണ്ട് ഇനി അവൻ പോവുമോ. മറ്റുള്ളവർക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ, നാട് വിട്ടു പോയെന്നുള്ള ചിന്തയായിരിക്കും. അപ്പം ഇവൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ദുഃഖിക്കാൻ പോയതാ. ഇവൻ ഇവിടെ നിന്ന് പോയത് ഭയങ്കര കോമഡിയാണ്. 2 കല്ലൊക്കെ എടുത്ത് കൈപ്പിടി പോയ വഴിക്ക് 2 ഈ കരിങ്കല്ല് കുഞ്ഞിത്തുള്ള കല്ലൊക്കെ എടുത്ത് കൈ പിടിച്ച് അതിങ്ങനെ ഉരച്ച് അതിന് ഡിസൈനൊക്കെ വരുത്തി അവൻ തിരിച്ചു വന്നേ. അതൊക്കെ അവനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അങ്ങനെ വരട്ടെ. അപ്പോൾ അതായത് നമ്മുടെ ഉപ്പുമാവ് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത ജോലിയിലേക്ക് പോകട്ടെ. അപ്പം നമ്മുടെ വേവ് നോക്കാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാനാണ് ഉപ്പുമാവ് ഇളക്കിയത്. എടുത്തവളെ തന്നെ മോൻ ചുറ്റും ചാടിച്ചു തുടങ്ങി. എന്താ 2 മിനിറ്റ് ഇളക്കണം എന്നാണ് ഈ പറയണത്. അപ്പൊ ഞാൻ 2 മിനിറ്റ് ഇളക്കട്ടെ. ഇവിടെ രാവിലെ എല്ലാവരും ബിസിയാണ് കേട്ടോ. ആൻസ് ഇവിടെ എല്ലാം കഴുകിയിടുവാണ്. ഇവനെ കൊണ്ടോട്ട് തിരിച്ചു കൊണ്ടുവന്നോ? പിന്നെ അവിടെ നിർത്തിയാൽ പോരായിരുന്നോ? ഈ ടേബിള് ഈ പാത്രം കഴുകണടാ, ഈ പാത്രം കഴുകണം. അതിൽ ഈച്ച വന്നിരിക്കുക. അല്ലെങ്കിൽ ആൻസാണ് ലക്കീനെ മിക്കീനെയൊക്കെ കൊണ്ടുവന്നത്. മാക്കൂനെ വീട്ടിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ആൻസാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ആൻസിന് രാവിലെ തന്നെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ചൂലെടുത്തിട്ട് ഇത് അടിക്കൂ. ഇതാണ് ചൂല. ഇതൊക്കെ ചെയ്തോളൂ കേട്ടോ. അതൊക്കെ ആൻസിന് ഭയങ്കര ഇഷ്ടമാണ്. ജോലികൾ ചെയ്യാനൊക്കെ ആൻസിന് വലിയ ഇഷ്ടമാണ്. ആൻസിന് വെറുതെ ഇരുത്തു ഒന്നും കൂട്ടൂല എന്നുള്ള പരാതിയേ ഉള്ളൂ. പുല്ല് വെട്ടാൻ കൊണ്ടുപോകില്ല, എന്നെ കൊണ്ട് പുല്ല് വെട്ടിക്കൂല,
എന്നെ കൊണ്ട് ജോലികൾ ചെയ്യിക്കണില്ല. ഇതാണ് അവൻ്റെ പരാതി. അല്ലേടാ? അല്ലേ? പുല്ല് വെട്ടാൻ കൊണ്ടുപോകില്ല എന്ന് പറയില്ലേ? ഇങ്ങോട്ട് നോക്കടാ. അവൻ ബൂട്ടിട്ടുണ്ട് പോരുന്ന്. റെയിൻകോട്ട് ഉണ്ട് അവന് സ്വന്തമായിട്ട് റെയിൻകോട്ടൊക്കെ ഉണ്ട്. അവരൊക്കെ മഴയൊക്കെ നനഞ്ഞ് അടക്കട്ടെ. ചേട്ടൻ ചെറുപ്പത്തിൽ പുല്ല് വെട്ടൂലായിരുന്നോ? അതുപോലെ എടുപ്പിക്കണം ഇന്നത്തെ പിള്ളേരെ. എല്ലാവരും പറഞ്ഞതാ കഷ്ടപ്പാടുകൾ. നമ്മൾ കഷ്ടപ്പെട്ടു. എനിക്കൊരു കമൻറ്റ് വന്ന എന്നാന്നറിയാവോ ചേട്ടാ? നമ്മൾ കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു കൊടുത്തുള്ള അറിവേ ആൻസിനുള്ളൂ. അവനെ അനുഭവം കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാലല്ലേ അവനെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന്. അങ്ങനെ പിള്ളേരെ ചെറുപ്പത്തിൽ പണി എടുപ്പിക്കണം. അവരെ കൊണ്ട് ചെയ്യണ പണിയൊക്കെ എടുപ്പിക്കണം. റബ്ബറ് വെട്ടാൻ വരെ അവനറിയാന്ന് അവൻ പറയണത്. റബ്ബർ വെട്ടാനല്ല കേട്ടോ, റബ്ബർ മരം മുറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന കാര്യമാണ് പറഞ്ഞത്. ഞാനോർത്ത റബ്ബർ വെട്ടാൻ. ഇത്രയും വലിയ തടിയൊക്കെ മുറിച്ച വീട്ടിൽ കൊണ്ടുപോയി ചുവന്ന് കൊണ്ടുവരുമായിരുന്നു. തടിപ്പണിക്കാരനാണ് ആൻസ്. അപ്പം ആ പണികളൊക്കെ ചെയ്യിപ്പിക്കാത്തതുകൊണ്ടാണ് അവന് വിഷമം. എന്നാ വെള്ളം ഒഴിച്ച് കഴുകി വിടാ. അവിടെയൊക്കെ ഉണ്ട്. അതേ കണ്ടാ ചെളി കണ്ടടാ? നോക്കിയാടാ. ആ സാരമില്ല. എന്നാ നീ അതെ അവിടെ ആ വെള്ളം അങ്ങ് തുറന്ന് വിട്ടിട്ട് ആ വെള്ളത്തോടു കൂടി അടിച്ചു വിട. ദെവിടെ കണ്ടോടാ? കണ്ടോ? ആര് കണ്ടു? മഴവെള്ളം വീണ് പാഴി പിടിച്ചു. പായൽ. ചേട്ടൻ രാവിലെ തന്നെ ആടിന് കൊടുക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു. ഇന്ന് വീട് മൊത്തം ക്ലീൻ ചെയ്യുവാണ്. വീടെല്ലാം ക്ലീൻ ചെയ്യണം. അതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ വാങ്ങാൻ പോകണം. പച്ചക്കറി പാലും തൈരും വാങ്ങണം. അത് വാങ്ങിയിട്ടില്ല ഇതുവരെ. മാക്കുവേ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ മാക്കു ഏരിയയിലേക്ക് നോക്കൂല. അറിയാത്ത പോലെ നിൽക്കാൻ കുറച്ച് കഴിയുമ്പോൾ എടുത്തോണ്ട് പൊക്കോളൂ എന്ന് മാക്കു പറയും. അയ്യോ അടിച്ചു കളയടാ വച്ചേ. ആ ചെരുപ്പിന് അടിച്ചു കൊല്ലേ. അയ്യോ ഫസ്റ്റ് കോഴി മുറ്റത്ത്. പണ്ടത്തെ കാലത്തൊക്കെ കോഴികൾ ചെരുപ്പിൽ പഴുതാര കയറിയില്ലോ അല്ലേ? കടിക്കും പിടിച്ച് സാധനം. പണ്ടത്തെ അത് ഉള്ളി കയറി പറ്റി പിടിച്ചിരിക്കും സാധനം. പണ്ടത്തെ കാലത്തൊക്കെ കോഴികളെ മുറ്റത്തോടെയൊക്കെ വിടണത് അഴിച്ചൊക്കെ. അവരൊക്കെ മുറ്റത്തോടെ അടക്കും, തൊടിക്കട അടക്കും, പറമ്പിക്കട അടക്കും. പഴുതാരേനൊക്കെ കണ്ടാൽ കൊത്തി തിന്നുമൊക്കെ ചെയ്യും. അപ്പം കണ്ടതേ ആൺസൂട്ടൻ ഇവിടെ നോ പ്രോബ്ലം ഹാപ്പിയാണ്. ഒരു കുഴപ്പവും ഇല്ല. അവൻ്റെ പണി ഇതിനായിട്ട് പോയേക്കുവാണ്. പിന്നെ ഇവിടെ ഉപ്മാവൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പം നമ്മൾ കഴിച്ച് നമ്മളിനിയിപ്പോൾ അടുത്ത പണികളിലേക്കൊക്കെ പോകാൻ പോവുകയാണ്. ഇനി വീടെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പം നമ്മൾ ഓരോ ഘട്ടം തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങൾ അങ്ങനെ ഓരോ ഘട്ടമായിട്ടൊക്കെ വീഡിയോയിൽ നമ്മൾ വരാട്ടെ. അപ്പം നമ്മുടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യടാ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും വരയ്ക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.